എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഹൃദയാഘാതവും ചികിത്സാ രീതികളും എന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് കൊച്ചി കിംസ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷിബു അഗസ്റ്റിൻ ആണ്. ഡോക്ടർ, ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഹൃദയാഘാതവും ചികിത്സാ രീതികളും എന്നുള്ളതാണ്. ഇന്ന് വളരെയേറെ സാധാരണയായി കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ഹൃദയാഘാതം എന്നുള്ളത്. എങ്ങനെയാണ് ഡോക്ടർ നമ്മളൊരു ചികിത്സയ്ക്കായിട്ട് രോഗിയെ എത്തിക്കുമ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്താണ്? അപ്പോൾ ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് സാധാരണയായി രോഗികൾ വരുന്നത് നെഞ്ചുവേദനയായിട്ടാണല്ലോ. അപ്പോൾ നെഞ്ചുവേദനയുള്ള രോഗി ഹാർട്ടിൻ്റെ വേദനയാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഹാർട്ടിൻ്റെ വേദനയ്ക്കുള്ള ചില പ്രത്യേകതകളുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഏകദേശം പറയാം. ഒരു വലിഞ്ഞു മുറുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഭാരം വെച്ച് അമർത്തുന്നത് പോലെയോ പൊട്ടിപ്പോകുന്നത് പോലെയോ നെഞ്ചിൻ്റെ നടുഭാഗത്ത് അല്ലെങ്കിൽ ഇടത് സൈഡിൽ വേദന വരുന്നു. പിന്നെ അത് ചില ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാം. ഇടത് കൈയിലേക്ക് വ്യാപിക്കാം, കീഴ്ത്താടിയിലേക്ക് വ്യാപിക്കാം, അല്ലെങ്കിൽ വയറിൻ്റെ മുകൾ ഭാഗത്തേക്ക് വ്യാപിക്കാം. ഇങ്ങനെ ഉള്ള ഒരു വേദന. പിന്നെ അതിനോടനുബന്ധിച്ച് വിയർക്കുക, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, നെഞ്ചിടിപ്പ് അനുഭവപ്പെടുക. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഹാർട്ടിൻ്റെ വേദനയാണെന്ന് ഏകദേശം നമുക്ക് ഊഹിക്കാം. അതിനുശേഷം നമ്മൾ ECG എന്ന് പറഞ്ഞ ടെസ്റ്റ് എടുക്കുന്നു. ECGയിൽ നമുക്ക് വ്യത്യാസം കാണുന്നു. ഹാർട്ട് അറ്റാക്കിൻ്റെതായ വ്യത്യാസങ്ങൾ കാണുകയാണ്. ഇനിയിപ്പോൾ ECGയിൽ വ്യത്യാസം ഇല്ല എങ്കിലും ട്രോപ്പോണിൻ എന്ന് പറയുന്ന ഹൈ സെൻസിറ്റീവ് ട്രോപ്പോണിൻ എന്ന് പറയുന്ന ഉപയോഗപ്രദമായ ടെസ്റ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. കാർഡിയക് എൻസൈംസ് അതിനകത്ത് വ്യത്യാസം കാണുകയാണെങ്കിൽ അറ്റാക്ക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാർഡിയാക് ICUയിൽ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകൾക്കും ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിനും പൾസിലും BP-യിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണല്ലോ ഹാർട്ട് അറ്റാക്ക്. പെട്ടെന്ന് ഹൃദയം നിന്ന് പോകാനും അപകട സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ICUയിൽ അഡ്മിറ്റ് ആകുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സാധാരണയായി എന്തൊക്കെ ചികിത്സാ മാർഗങ്ങളാണ് ഹൃദയാഘാതം വന്ന ഒരാൾക്ക് ഒരു ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പോൾ രോഗിക്ക് ലഭിക്കുക? നമ്മൾ അറ്റാക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. മരുന്നുകളിൽ ആദ്യമായിട്ട് കൊടുക്കുന്നത് ആസ്പിരിൻ എന്ന് പറഞ്ഞ ഗുളികയാണ്. നമുക്കറിയാം, രക്തം കട്ട പിടിക്കാതിരിക്കാനും ഉണ്ടെങ്കിൽ രക്തക്കട്ട ഉണ്ടായിട്ടുണ്ടെങ്കിൽ അലിയിക്കാനും ശേഷിയുള്ള ഒരു ഗുളികയാണ്. സാധാരണ ഒരു ഗുളികയാണ്, വലിയ വിലയൊന്നുമില്ലാത്ത പഴയകാലം മുതൽ ഉപയോഗിക്കുന്നത്. അത് ചവച്ചരച്ച് പെട്ടെന്ന് അതിൻ്റെ ആക്ഷൻ കിട്ടാവുന്നതിന് വേണ്ടി വായിലിട്ട് ചവച്ചരച്ച് കഴിക്കാൻ പറയും. അതിനുശേഷം ചില ആളുകൾ നാക്കിനിടയിലിടുന്ന ഗുളിക കൊടുക്കാറുണ്ട് നെഞ്ച് അറ്റാക്ക് വന്നു കഴിയുമ്പോൾ. അത് സാധാരണ പറയുന്നത് മുമ്പ് ഹാർട്ടിൻ്റെ രോഗമുള്ള ആളുകൾ, ഈ ഗുളിക സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് വീണ്ടും ഒരു നാക്കിനിടയിൽ ഗുളിക ഇടാം, എന്നിട്ട് എത്രയും പെട്ടെന്ന് ICUയിൽ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ICUയിൽ വന്നതിന് ശേഷം നമ്മൾ മറ്റ് ഗുളികകളും ഇഞ്ചക്ഷൻസുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കും, ഇത് മരുന്നുകൾ കൊണ്ട് മാത്രം ചികിത്സിച്ചാൽ മതിയോ അതോ ആൻജിയോപ്ലാസ്റ്റി പോലുള്ള നൂതന ചികിത്സകൾ ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു വിദഗ്ധനായ ഡോക്ടർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതിന് കൃത്യമായ ഗൈഡ് ലൈൻസും ഉണ്ടല്ലോ. അപ്പോൾ ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ, ഈ ചില ആളുകൾ ചോദിക്കാറുണ്ട്, മരുന്ന് മാത്രം പോരെ, ഹാർട്ട് അറ്റാക്ക് മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ പോരെ? കാരണം മറ്റേ ആൻജിയോപ്ലാസ്റ്റി കുറച്ചുകൂടെ ചിലവുള്ള ചികിത്സാ രീതിയാണല്ലോ. അപ്പം ചില ആളുകൾക്ക് മരുന്നുകൾ മാത്രം മതി എന്ന് പറയാൻ സാധിക്കും. അതിന് ചില ക്രൈറ്റീരിയാസ്, അതായത് ഈ സ്ത്രീകൾ അല്ലെങ്കിൽ പുകവലി അങ്ങനെ ദുശീലമൊന്നും ഇല്ലാത്ത ആളുകൾ, അറ്റാക്ക് വളരെ സീരിയസ് അല്ലാത്ത ആളുകൾ, അതായത് ഹൈ റിസ്ക് കുറഞ്ഞ ആളുകൾക്ക് മരുന്നുകൾ മാത്രം ആയിട്ട് ചികിത്സിക്കാൻ സാധിക്കാം. ഇപ്പോൾ ഒരു രോഗി ഹൃദയാഘാതം സംഭവിച്ച് ബോധരഹിതനായി വരികയാണെങ്കിൽ ഈ തരത്തിലുള്ള ഗുളികകൾ കൊടുത്തു മാത്രം നമുക്കത് ചികിത്സിക്കാൻ സാധിക്കുന്നുണ്ട്? അതായത് ഒരു പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്ന അത് ബോധമില്ലാത്ത രോഗിക്ക് നമ്മൾ അത്യാഹിത വിഭാഗത്തിൽ തന്നെ ശ്വാസമുണ്ടോ, ഹാർട്ട് പ്രവർത്തിക്കുന്നു, ഇതെല്ലാം നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ അറ്റാക്ക് വന്ന് ബോധം പോയതാണെങ്കിൽ മിക്കവാറും ശ്വാസവും ഹാർട്ടും നിന്ന് തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ട്യൂബ് ഇടും. അപ്പോൾ ശ്വാസം കൊടുക്കാൻ ഒരു ട്യൂബ് നമ്മൾ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ ഗുളികകൾ കൊടുക്കാനും ഒരു ട്യൂബ് സാധാരണ ഇടും ബോധമില്ലാത്ത രോഗിക്ക്. അപ്പം ഈ ഗുളികകൾക്കൊക്കെ ചില ഗുളികൾക്ക് ഈ പകരം ഇഞ്ചക്ഷൻ ഇല്ല. അതുകൊണ്ട് ഗുളികളായി തന്നെ കൊടുക്കേണ്ട അവസ്ഥ വരും. ഫോർ എക്സാമ്പിൾ ആസ്പിരിൻ സാധാരണ ഗുളികയാണല്ലോ. ആസ്പിരിന് നമുക്ക് ഇഞ്ചക്ഷനായിട്ട് ആസ്പിരിൻ ഇഞ്ചക്ഷൻ ഇല്ല. അതുകൊണ്ട് ട്യൂബ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. അതിനുശേഷം സർജറി പോലുള്ള കാര്യങ്ങളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ മരുന്നുകൾ കൊണ്ട് മാത്രം ചികിത്സിക്കുന്ന ഒരു വിഭാഗം അത് വളരെ ചുരുക്കമാണ്, കുറവ് ആളുകളാണ്. കാരണം റിസ്ക് വളരെ കുറഞ്ഞ ആളുകൾ. അപ്പോൾ അവർക്ക് മറ്റ് കാര്യങ്ങൾ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് ആ ഭാഗത്തേക്ക് പോകേണ്ട, ആ ചികിത്സകൾ രീതികളിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. മറ്റ് കൂടുതലും അറ്റാക്കുകൾ ഹൈ റിസ്ക് അറ്റാക്കുകളാണ്. മേജർ അറ്റാക്ക് ST എലിവേഷൻ MI എന്ന് പറയും. ECG വ്യത്യാസം കൂടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറി മാറി വരുന്നു. പൾസിലും BP-യിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ അറ്റാക്ക് പ്രോഗ്രസ് ചെയ്യുകയാണ്, ഹാർട്ടിൻ്റെ ഡാമേജ് കൂടി വരികയാണെന്നാണ് അർത്ഥം. മരുന്നുകൾ കൊണ്ട് ചിലപ്പോൾ അത് കൺട്രോൾ ആയി വരില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബ്ലഡിൽ ഹാർട്ടിൻ്റെ എൻസൈംസ് പോസിറ്റീവായ ആളുകൾ, ഷുഗറുള്ള ആളുകൾ, പിന്നെ ഹാർട്ടിൻ്റെ പമ്പിങ് ടെസ്റ്റ് നോക്കി കഴിയുമ്പോൾ പമ്പിങ് കുറഞ്ഞു വരുന്നു. ഏകദേശം പറയണത് ഒരു 40% കൂടുതൽ ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം എത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് ഉണ്ടോ നോക്കിയിട്ട് അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നീക്കുന്നതാണ് നല്ലത്. കാരണം മരുന്നുകൾ എടുക്കുന്ന സമയം അല്ലെങ്കിൽ മരുന്നുകളുടെ ഗുണത്തേക്കാൾ കൂടുതൽ ഈ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആൻജിയോപ്ലാസ്റ്റി ആയിരിക്കും. ഹൃദയാഘാതം വന്ന എല്ലാവർക്കും ആൻജിയോഗ്രാം പോലുള്ള ടെസ്റ്റുകൾ ആവശ്യം വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മിക്കവാറും ഉള്ള ആളുകൾക്ക് ഒരു ആൻജിയോഗ്രാം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമ്മൾ ചിലവിൻ്റെ ഭാഗം ആലോചിക്കുമ്പോൾ ആളുകൾ പറയും മരുന്നുകൾ മാത്രം വഴി, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആൻജിയോഗ്രാം ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റിസ്ക് വളരെ കുറഞ്ഞ ആളുകൾ, സ്ത്രീകൾ, പുകവലിയില്ലാത്തവർ, അറ്റാക്കിൻ്റെ മേജർ ഡാമേജുകളൊന്നും വന്നിട്ടില്ല, ഹാർട്ടിൻ്റെ പമ്പിങ് നോർമലാണ്, അറ്റാക്കിന് ശേഷം അത് വീണ്ടും പ്രോഗ്രസ് ചെയ്യുന്നില്ല, അതായത് പുതിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല, ഒരു ഡാമേജ് വന്നു അത് അവിടെ കൊണ്ട് അവസാനിച്ചു, വീണ്ടും വേദന വരുന്നില്ല, ECGയിൽ വ്യത്യാസം വരുന്നില്ല, ബ്ലഡ് ടെസ്റ്റിൽ പോസിറ്റീവ് ആവുന്നില്ല, ഹാർട്ടിൻ്റെ പമ്പിങ് നോർമലാണ്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇഞ്ചക്ഷൻസ് മാത്രം കൊടുത്തിട്ട് ചികിത്സിക്കുന്നു. 3 മുതൽ 5 ദിവസം വരെ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും. കാരണം എപ്പോഴും ഇത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടല്ലോ. എന്നിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രീ ഡിസ്ചാർജ് TMT. അത് കുറച്ച് റിസ്ക് ഉണ്ട്. നമ്മൾ ബെൽറ്റിൽ ഓടിക്കുന്ന ടെസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് വേണമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബെൽറ്റിൽ ഓടിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ആൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു നല്ല രീതിയിൽ ആൾക്ക് ഓടാൻ പറ്റുന്നു 4-5 ദിവസം കഴിഞ്ഞ്. ECG വ്യത്യാസം വരുന്നില്ല, ആൾക്ക് നെഞ്ചിൽ വിഷം വരുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ആൻജിയോഗ്രാം ഇല്ലാതെ മരുന്നുകൾ കൊണ്ട് പിന്നെ വരാതിരിക്കാനുള്ള മരുന്നുകളും പിന്നീടുള്ള സാധാരണ ചെക്കപ്പുമായിട്ട് മുമ്പോട്ട് പോകാം. പക്ഷേ ഈ ഓടിക്കുന്ന ടെസ്റ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പലതരത്തിലുള്ള സ്ട്രെസ് ടെസ്റ്റ് ഉണ്ട്, എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ അതിനർത്ഥം വീണ്ടും എന്തെങ്കിലും ബ്ലോക്ക് അവശേഷിക്കുന്നു എന്നുള്ളതാണ്, മരുന്നുകൾ കൊണ്ട് മാറിയില്ല. അങ്ങനെയാണെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് നോക്കുന്നത് തന്നെയാണ് നല്ലത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നൊരു കാര്യം. എങ്ങനെയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു സർജറി രോഗികൾ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അറ്റാക്ക് വന്ന രോഗികൾക്ക് ഹൈ റിസ്ക് കാറ്റഗറി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് മരുന്നുകളൊക്കെ നല്ലത് ആൻജിയോഗ്രാം ചെയ്ത് നോക്കുക, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ്, ബ്ലോക്ക് ഉടനടി മാറ്റുക എന്നുള്ളതാണ് നല്ലത്. നമ്മൾ സാധാരണയായിട്ട് ആദ്യം ചെയ്യുന്നത് ആൻജിയോഗ്രാമാണ്. ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലെയോ അല്ലെങ്കിൽ കാലിലെയോ ഞരമ്പുകളിൽ കൂടി ചെറിയൊരു ട്യൂബ് കടത്തിവിട്ട് ഹാർട്ടിൻ്റെ ആ ഭാഗത്ത് കൊണ്ട് അത് പൊസിഷൻ ചെയ്തിട്ട് ഒരു മരുന്ന് ഡൈ എന്ന് പറയും, നമ്മൾ അതിനുള്ളിലൂടെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഈ മരുന്ന് ഹാർട്ടിൻ്റെ രക്തക്കൊള്ളുകളിലൂടെ പ്രവേശിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, അതിൻ്റെ പടം എടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ രക്തക്കൊള്ളികൾ കാണാൻ പറ്റും, അതിനുള്ളിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, രക്തക്കട്ടയുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. ഇതൊരു സർജറി അല്ല, ഇതൊരു ടെസ്റ്റാണ് ആൻജിയോഗ്രാം. അത് ആളെ ബോധം കെടുത്തിയൊന്നും ചെയ്യുന്ന കാര്യമല്ല, ഒരു സിമ്പിളായിട്ടുള്ള ടെസ്റ്റാണ്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റിയുടെ പ്രൊസീജിയറും ഏകദേശം ഇതുപോലെ തന്നെയാണ്. കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ഞരമ്പുകളിൽ കൂടി ചെറിയൊരു ട്യൂബ്, കത്തീറ്റേഴ്സ് എന്ന് പറയും, കടത്തിവിട്ട് ഹാർട്ടിൻ്റെ രക്തക്കൊള്ളിൻ്റെ അടുത്ത് കൊണ്ട് പൊസിഷൻ ചെയ്തിട്ട് അതിനുള്ളിലൂടെ വയർ, അതായത് ചെറിയ നാരുകൾ പോലുള്ള വയറുകൾ നമ്മൾ കടത്തിവിടുന്നു. ഈ ബ്ലോക്കുള്ള ആ രക്തക്കുഴലിനുള്ളിലേക്ക് കടത്തുന്നു. എന്നിട്ട് ആ വയർ അവിടെ പൊസിഷൻ ചെയ്തിട്ട് ബലൂൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുണ്ട്, ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ചെറിയ ബലൂണുകൾ ഈ നാരിന് മുകളിൽ കൂടെ കടത്തി, വയറിന് മുകളിൽ കൂടെ കടത്തി ആ ബ്ലോക്കുള്ള ഭാഗത്ത് കൊണ്ടുപോയി ആ ബലൂൺ വികസിപ്പിക്കുന്നു. എന്നിട്ട് ആ ബ്ലോക്ക് നമ്മൾ മാറ്റുന്നു. ഇനി അവിടെ എവിടെയെങ്കിലും രക്തം കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കത്തീറ്ററുകൾ കടത്തിവിട്ട് ആ രക്തക്കട്ട നമുക്ക് വലിച്ചെടുത്ത് കളയാൻ സാധിക്കും. അതിനുശേഷം സാധാരണ